വെൽക്കം ബാക്ക് ടു ടൈം സ്പേസ് റോസി ഗ്ലോസി. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒട്ടും എസ്റ്റിക് അല്ല, ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. നിങ്ങൾ തമ്മിലും സ്നീക്ക് പിക്ക് കണ്ട പോലെ സ്നീക്ക് പിക്കിലുള്ളത് ഫ്രൈഡേ നൈറ്റിലുള്ളതാണ്, പിന്നെ സൺഡേ ഉള്ളതുണ്ട്, സെക്കൻഡ് സാറ്റർഡേ ഉള്ളതുണ്ട്. സെക്കൻഡ് സാറ്റർഡേ ആണ് ഫുൾ ആയിട്ടുള്ളത്. ആൻഡ് ഐ വോക്ക് അറ്റ് 10:30 AM വിത്ത് സ്ട്രെച്ച്. പിന്നെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവ് അല്ല, അധികം ഒരു പ്രൊഡക്റ്റീവ് അല്ല. ഇതുവരെയൊക്കെ സ്മൂത്തായിരുന്നു. പിന്നെ ഗസ്റ്റ് വന്നത് മുതൽ എനിക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ മടിയായി തുടങ്ങി. പിന്നെ എപ്പോഴും എന്താ പറയുക, പ്രൊഡക്റ്റീവ് ആക്കിയിട്ട് ഡേ കൊണ്ടുപോകുന്ന ആളുകളും ഒരുപാടുണ്ട്. കോണ്ടൻറ് ക്രിയേഷന് വേണ്ടി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഡെയിലി അങ്ങനെ ചെയ്യുന്നവരെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. കാരണം എനിക്കൊക്കെ അങ്ങനെ ആയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ വ്ളോഗ് ഒട്ടും എസ്തെറ്റിക്കും പിന്നെ ഫുൾ റൂട്ടീനും കാര്യങ്ങളും അങ്ങനെ ഒന്നുമല്ല. എനിക്ക് തോന്നിയ പോലെ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എല്ലാവരും ആദ്യമായിട്ട് എനിക്ക് എല്ലാവരോടും ഒരു ബിഗ് സോറിയാണ് പറയാനുള്ളത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വ്ളോഗ് സൺഡേ ആണ് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയത്. എന്നിട്ട് ഞാൻ ഒരു ഫ്രൈഡേ ആവാൻ നേരത്താണ്, മീൻസ് ഒരു വെനസ്ഡേ നൈറ്റ് ആ ഒരു ടൈമിലാണ് ഞാനിത് പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഞാൻ പിന്നെ ബ്രഷ് ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ ബ്ലൈൻഡ്സ് ഒക്കെ ഒന്ന് പൊന്തിക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ, ഇഫ് ഐ സോ സൺലൈറ്റ് എനിക്ക് അന്നൊരു പ്രൊഡക്റ്റീവ് ഫീൽ വരും. ഞാൻ ബ്രഷ് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട്. കാരണം ഉറങ്ങി നിൽക്കുമ്പോൾ നമുക്കറിയാലോ, ഒരു വെന്റിലേറ്ററിൽ നിന്ന് എണീറ്റ് വന്നൊരു ഇതാണ്. അപ്പോൾ പിന്നെ ഐ യൂസ് ഫേസ് വാഷ്. ഞാൻ ബോട്ടിക്യൂവിൻ്റെ ഫ്രൂട്ട് ബ്രൈറ്റണിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടും എനിക്ക് അതിൻ്റെ സ്മെല്ലും അതൊരു ലെമൺ ഫ്ലേവറാണ്, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ ഡ്രാങ്ക് സം ഹോട്ട് വാട്ടർ. കാരണം എൻ്റെ മനസ്സിൽ സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്നുള്ളൊരു തോട്ട് ഉണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക, യോഗ ആൻഡ് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പോയി. കാരണം എനിക്കിന്ന് മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കണം എന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ കാരണം എനിക്കറിയാമായിരുന്നു ലാസ്റ്റ് എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആവുമെന്നുള്ളത്. പിന്നെ താത്ത പുഷ് ചെയ്തിട്ടാണ് ഞാൻ കുറച്ചെങ്കിലും ചെയ്തത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്താത്ത പറഞ്ഞു ഇങ്ങനെ രാവിലെ തന്നെ കുക്കീസും ചോക്കോസും ഒന്നും കഴിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഞാൻ അതിന് പകരം കോൺഫ്ലേക്സ് ആണ് കഴിച്ചെടുത്തിട്ടുള്ളത്. വീട്ടിൽ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, ബട്ട് അവരത് കഴിച്ചു, ഞാനിത് കഴിച്ചു. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നപ്പം ചിക്കനൊക്കെ വാങ്ങാൻ പോയി. അപ്പോഴത്തേക്കും ക്ലൈമറ്റ് ഇതായിരുന്നു. പിന്നെ സ്റ്റോൺ പെബിളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മാലൊക്കെ ഉണ്ടാക്കി എൻ്റെ താത്തട്ടോ. മേമ പിന്നെ 3 മക്കളായിരുന്നു വന്നിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് കസിൻ അതിലുണ്ട്. പിന്നെ ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ, ചിരങ്ങ, പപ്പടം, എന്തൊക്കെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്, ചിക്കൻ കറിയൊക്കെ. പിന്നെ എനിക്ക് റൈസിൽ ഇങ്ങനെ കറി പുതിർത്തി നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചെയ്തിട്ട് ഞാൻ കുഴച്ചില്ല, കാരണം കുഴക്കാൻ എനിക്ക് മനസ്സിലായിരുന്നില്ല. എന്നിട്ടോ പിന്നെ ഞാൻ എരിഞ്ഞ് പണ്ടാരടങ്ങി. എന്തായാലും ആവട്ടെ. പിന്നെ ഞാൻ ക്ലീൻ ചെയ്യാൻ പോയി. ഇത് ആക്ച്വലി ലഞ്ച് കഴിച്ചൊരു വൈകുന്നേരം, അതായത് ഒരു 6 അല്ലെങ്കിൽ 6:30 ഒക്കെ ആയപ്പോഴാണ് ഞാൻ പിന്നെ ക്ലീൻ ചെയ്യുന്നത്, ബാക്കി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുളിക്കാൻ പോയി. ഇപ്പോൾ കണ്ടോ, ഇന്നൊരു സ്ലോവൻലി ആയിട്ടാണ് ഡേ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വിവലിൻ്റെ ഒരു വിവലാണ് എനിക്ക് പ്രൊനൗൺസിയേഷൻ അറിയില്ല. ആ ഒരു എന്താ പറയുക, ഷവർ ജെല് ഫ്രൈഡേ വന്നിട്ടുണ്ടായിരുന്നു. ഫ്രൈഡേ നമുക്ക് അത്യാവശ്യം കുറേ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, ഗ്രോക്കറി ആയാലും ഒക്കെ. അതൊന്നും ഞാൻ പക്ഷേ ഇതിൽ കാണിച്ചിട്ടില്ല. സോ പിന്നെ ഞാൻ ഷാംപൂ അപ്ലൈ ചെയ്യുകയാണ്, ആൻറ്റി ഡാൻഡ്രഫിൻ്റെ. എൻ്റെ തലയിൽ നല്ല ഡാൻഡ്രഫ് ഉണ്ട്, അപ്പോൾ ഞാൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഉറച്ച് കൊടുത്തിക്കാന്നുണ്ടെങ്കിൽ അത് പോകും. പിന്നെ ഞാൻ എൻ്റെ ഹെയറൊക്കെ ഒന്ന് ഡ്രൈ ചെയ്യുന്നുണ്ട്, ബാത്റൂമൊക്കെ ഒന്ന് എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട്. ഫുൾ ഡ്രസ്സ് ഞാൻ കാണിച്ചില്ല കേട്ടോ. നൈറ്റ് ആയതുകൊണ്ട് ഞാൻ നൈറ്റി ഒരു പൈജാമ എന്ന് പറയാൻ പറ്റില്ല, ഒരു നൈറ്റി ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ടവൽ വെച്ചിട്ട്, ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ടവലാണ്, കാരണം ഡാൻഡ്രഫ് എല്ലാവർക്കും പകരുന്നുള്ളതുകൊണ്ട്. മുടിയൊക്കെ എത്ര ഡ്രൈ ചെയ്തെന്ന് പറഞ്ഞാലും കുറച്ചും കൂടി അടിയിൽ ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് പോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് സെറ്റഫിലിൻ്റെ ബേബി മോയ്സ്ചറൈസറാണ്, ഇതെൻ്റെ ബ്രദറിൻ്റെതാണ്. അതൊക്കെ ഞാൻ ഇങ്ങനെ Q&Aയിൽ മോർ സ്റ്റോറീസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ അതാ ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോയ്സ്ചറൈസർ. ഇത് ഒരു ടിൻറ്റ് മാറി നിൽക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ആസ് യൂഷ്വൽ കുളിച്ചിട്ട് മുടിയൊക്കെ ഒന്ന് ചീകിയിട്ടുണ്ടായിരുന്നു, ഉള്ളൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ ഒന്ന് മുടിക്കൊന്ന് ക്ലിപ്പ് ചെയ്തു. ആൻഡ് പിന്നെ ഞാൻ കുളിച്ച് വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം കേട്ടോ, മിക്കി മൗസിൻ്റെ ഒരു ബെഡ്ഷീറ്റൊക്കെ ഉണ്ട്. ഇതാണ് മിഡിൽ,
പിന്നെ സൈഡൊക്കെ ഞാൻ കാണിച്ചിട്ട് അതാ കണ്ടോ, നല്ലൊരു അടിപൊളി പ്രിൻ്റ് വരുന്നതാണ്. ഇങ്ങനെ കിഡീസിൻ്റെ റൂമിലൊക്കെ ഇത് പറ്റുട്ടോ. എനിക്കിത് വലിയ ഇഷ്ടമില്ലെങ്കിലും അതിൻ്റെ മിക്കി മൗസും മിന്നി മൗസും പിന്നെ അതിൻ്റെ ഒരു കളറൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോ എനിക്ക് അതിനോടൊരു ക്രഷ് വന്നു. പിന്നെ ഇത് എൻ്റെ അല്ല കേട്ടോ, എൻ്റെ ഒരു കസിൻ്റെ ഒരു ബ്രേസ്ലെറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താൽക്കാലികത്തിന് ഞാൻ ഇട്ടു, കാരണം എൻ്റെ ഔട്ട്ഫിറ്റിലേക്ക് മാച്ച് ആയിരുന്നു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ആൻഡ് പിന്നെ ഞാൻ ജാക്ക് ഫ്രൂട്ടും ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ബിസ്ക്കറ്റ് ഞാൻ പിന്നെ കഴിക്കാനില്ല, കാരണം എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാൻ കഴിയില്ലല്ലോ, ഡിന്നർ കഴിക്കാൻ പിന്നെ പറ്റില്ല. അപ്പം ഞാൻ ടീ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെ കമൻസൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങളെ തോട്ട്സ് അടുത്ത വീഡിയോ ഒക്കെ എന്താ വേണ്ടതെന്നുള്ളത്. കാരണം ഇതെനിക്ക് ലാസ്റ്റ് പറയാൻ പറ്റിക്കൊള്ളുന്നില്ല, അതാണ് ഞാൻ ഇപ്പോൾ തന്നെ വന്നത്. പിന്നെ ഒരു പൊട്ടാറ്റോൻ്റെ ഒരു മിക്സ്ചർ, ഇതും ഓർഡർ ചെയ്ത കൂട്ടത്തിലുണ്ടായിരുന്നതാണ്, അത് കഴിച്ചിട്ടുണ്ടായിരുന്നു, മധുരമുള്ളതായിരുന്നു. പിന്നെ ബിരിയാണി കഴിച്ചു. ഇത് പിന്നെ സൺഡേത്തതാണ്. നമുക്ക് കൊറിയറായിട്ട് 2 പെർഫ്യൂം വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വേറെ പെർഫ്യൂമും വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം. അപ്പം ഓക്കെ, ബൈ ബൈ.